പത്രോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനത്തിൽ നിന്നാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിർത്തിയത് ഗാഡ് ഇൻ ഫസ്റ്റ് പീറ്റർ. പത്രോസിൻ്റെ ഒന്നാം ലേഖനത്തിൽ ദൈവത്തെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ലേഖനങ്ങളും പഠിക്കുമ്പോൾ അങ്ങനെ നിങ്ങൾ ഒരു ശൈലി ഉടലെടുത്താണ് അല്ലേ. ദൈവത്തെക്കുറിച്ച്, പിതാവായ ദൈവത്തെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നു, യേശു ക്രിസ്തുവിനെക്കുറിച്ച് എന്താ പറഞ്ഞേക്കുന്നത്, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യനോടുള്ള ബന്ധത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ അനുവർത്തിക്കണം അല്ലെങ്കിൽ നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നീക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താ. ഓരോ ലേഖനങ്ങളും പഠിക്കുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാമെങ്കിൽ ജീവിതത്തിൽ ഒത്തിരി രൂപാന്തരം സംഭവിക്കാനിടയായിത്തീരും. ഞാനതുകൊണ്ട് എടുത്തിരിക്കുന്നത് ഗാഡ് ഇൻ ഫസ്റ്റ് പീറ്റർ. പത്രോസിൻ്റെ ഒന്നാം ലേഖനത്തിൽ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞ ചില കാര്യങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. മറ്റാർക്കും കർത്താവായ യേശുവിനെക്കുറിച്ച് പറയുന്നതിനേക്കാൾ കുറേയും കൂടെ ആഴമായ ചില അനുഭവങ്ങൾ പത്രോസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, വേറെ ആർക്കും പറയാൻ പറ്റുന്നതിനേക്കാളും. കാരണം ഒന്ന്, അവരാരും ചെയ്യാത്തത് പത്രോസ് ചെയ്തു. എന്നിട്ട് ആ ഭാഗത്തു നിന്ന് കർത്താവ് തന്നെ വീണ്ടെടുത്ത് കൊണ്ടുവന്നതാണ്. വേറെ ആരെയും വിളിക്കാത്ത പോലെ ഒരിക്കൽ കർത്താവ് പത്രോസിനെ ശാസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കയറി പിശാചെന്ന് വരെ കർത്താവ് എന്ത് ചെയ്തു, ഇവനെ വിളിച്ചു. സ്നേഹം കൊണ്ട് പുള്ളി പറഞ്ഞതാണെങ്കിലും ദൈവ ഇഷ്ടത്തിനെതിരായതുകൊണ്ട് അതിനെ അതിൻ്റേതായ രീതിയിൽ അഭിസംബോധന ചെയ്യാൻ തന്നെ കർത്താവിന് യാതൊരു മടിയും ഇല്ലായിരുന്നു. നമുക്ക് ചിലപ്പോൾ അങ്ങനെ ഉണ്ടല്ലേ, നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്ന ആളുകൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമുക്കത് ദൈവീതം അല്ലെന്ന് പറഞ്ഞാലും നമ്മൾ എന്ന് പറഞ്ഞ് നിൽക്കത്തേ ഉള്ളൂ. അത് അവരെ എന്ത് ചെയ്യാറില്ല, ശാസിക്കാറില്ല, അത് അവരെ മുഷിപ്പിക്കാറില്ല അല്ലേ. ഓർക്കുന്ന പത്രോസ് അത് എപ്പോഴായിരുന്നെന്ന് കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ ഭാവികളിൽ ഏൽപ്പിക്കപ്പെടാൻ പോവുക, അവരവനെ എന്ത് ചെയ്യും, ക്രൂശിക്കും, കൊല്ലും, അടിക്കുന്നിരിക്കും ഒക്കെ പറഞ്ഞപ്പം പതുക്കെ എന്ത് ചെയ്തു, കർത്താവിനെ ഒന്ന് വേറിട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു, നിനക്കങ്ങനെ സംഭവിക്കരുതെന്ന് പറഞ്ഞു. ഇപ്പോൾ വിശാശിയെന്ന് പറഞ്ഞല്ലേ, ഞാൻ വന്നത് അതിനാ, നീ അതിന് തടസ്സം നിൽക്കുകയെന്നോ. അപ്പോൾ വേറെ ആർക്കും ഇല്ലാത്ത ചില തർജനങ്ങളും ഗുണദോഷങ്ങളും ഒക്കെ ആർക്ക് കിട്ടിയിട്ടുണ്ട്, പത്രോസിന് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഭാഷയിൽ പറഞ്ഞ കർത്താവിൻ്റെ രണ്ട് മുഖവും കണ്ടൊരു മനുഷ്യനാണ് പത്രോസ്. ആർദ്രതയുടെ മുഖവും ശാസനത്തിൻ്റെ മുഖവും കണ്ടിട്ടുണ്ട്, കരുതലിൻ്റെ മുഖവും കണ്ടിട്ടുണ്ട്, തന്നെ ശാസിക്കുന്നതും പത്രോസ് കേട്ടിട്ടാണ്. അപ്പോൾ വേറെ ആർക്കും പറയാനില്ലാത്ത കുറേ അനുഭവങ്ങൾ ആർക്ക് പറയാൻ കാണും, കൂടെ നടന്ന പത്രോസിന് പറയാനുണ്ട്. അപ്പോൾ പത്രോസിൻ്റെ ലേഖനം പഠിക്കുമ്പോൾ പത്രോസിൻ്റെ കർത്താവിനെക്കുറിച്ച് പറയാനുള്ളത് എന്തെന്ന് ശരിക്ക് കേട്ടാൽ യു വിൽ ഗെറ്റ് എ ഫുൾ പിക്ചർ, എ ക്ലിയർ പിക്ചർ ഓഫ് ജീസസ്. യേശുവിനെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ചുള്ള ക്ലിയർ പിക്ചർ കിട്ടും. നമ്മൾ 6 കാര്യങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചിന്തിച്ചത് പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്ന്. ഏതാണ്ട് 23 കാര്യങ്ങൾ പത്രോസ് ദൈവത്തെക്കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. പേടിക്കണ്ട, എല്ലാം പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കത്തില്ല. പറഞ്ഞ 6 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി ഞാൻ പെട്ടെന്നൊന്ന് കൊണ്ടുവരാം. ദൈവത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞത് പിതാവായ ദൈവം, ഗോഡ് ഈസ് അവർ ഫാദർ. ദൈവം നമ്മുടെ പിതാവാണ്. ദൈവത്തെക്കുറിച്ച് അങ്ങനൊരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും നന്നായി. ഹീസ് മൈ ഫാദർ. എങ്ങനത്തെ ഫാദർ? ഗുഡ് ഫാദർ, നല്ലൊരു പിതാവാണ് എൻ്റെ. ഈ ചിലർക്ക് അവരുടെ പിതാവിനെക്കുറിച്ച് പേടി സ്വപ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദൈവത്തെ പിതാവെന്ന് പറയുമ്പോൾ ഉടനെ അവർക്ക് വരുന്ന ഓർമ്മ മുഴുവൻ ഏതാണെന്നറിയാമോ, തങ്ങളുടെ അപ്പൻ്റെ ആ സ്വഭാവം. അല്ല, ഒരിക്കലും അങ്ങനല്ല. നമ്മുടെ അപ്പനെ അവരെല്ലാം മാനുഷികമായും ബലഹീനതകളും കുറവുകളും ഉള്ള പിതാക്കന്മാരായിരുന്നു. പക്ഷേ ഒരു കുറവുമില്ലാത്ത സ്നേഹമസനായൊരു പിതാവാണ് നമ്മുടെ പിതാവ്. ദൈവത്തെ പിതാവായിട്ടാണ് ചിത്രീകരിച്ചത്. രണ്ടാമത് അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം സ്തോത്രത്തിന് അല്ലെങ്കിൽ ആരാധനയ്ക്ക് യോഗ്യനാണ്. അത് നമ്മൾ മറന്നു കളയരുത്. എപ്പോഴും ഇങ്ങനെ തോളത്തും കൈ പിടിച്ച് നമ്മളെ പിടിച്ച് തോളത്ത് ഇരുത്തിക്കൊണ്ട് നടക്കുന്നൊരു പിതാവായിട്ട് ചിന്തിക്കരുത്. അത് അത്രയും അങ്ങോട്ട് എന്ത് ചെയ്യരുത്, സില്ലി ആയിട്ട് പോകരുത്. ഹി ഈസ് വർതി ടു ബി വർഷിപ്ഡ്. അവൻ ആരാധനയ്ക്ക്, ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണെന്ന് പത്രോസ് അതിൻ്റെ 3-ാം വാക്യത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്.
ഇനി അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പറയുന്നു, അവൻ വിശുദ്ധനായ ദൈവമാണ്. അപ്പോൾ ദൈവത്തെക്കുറിച്ച് ഇതെല്ലാം കൂടെ നമ്മൾ മനസ്സിരുത്തിട്ട്, ഇതെല്ലാം കൂടെ വന്നാൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു സമ്പൂർണ്ണ രൂപം നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഒന്ന്, അവൻ നമ്മുടെ പിതാവാണ്. അവൻ പിതാവായതുകൊണ്ടുള്ള ഗുണം എന്നാണെന്നറിയാമോ? വി ഹാവ് ദ ഫ്രീഡം ഓഫ് ആക്സസ്. പിതാവായതുകൊണ്ടുള്ള ഗുണം എന്നാ? എപ്പോൾ വേണേലും കടന്നേല്ലാം. അവൻ്റെ കരുതൽ നമുക്ക് അനുഭവിക്കാം, അവൻ്റെ തണൽ നമുക്ക് അനുഭവിക്കാം. എന്താവശ്യവും പോയി പറയാം. ദൈവം നമ്മുടെ പിതാവ്. ആ പിതാവായ ദൈവം ആരും കൂടാ ആരാധനയ്ക്ക് യോഗ്യനായ. അപ്പോൾ കടന്നു ചെല്ലുമ്പോഴും നമുക്ക് ആ ഒരു അവനോടുള്ള ബഹുമാനം വിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? പോരുത്. ദൈവം നമ്മുടെ പിതാവായിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഉണ്ടായിരിക്കണം? there should be a reverence towards him. അവനോടുള്ള ഒരു ബഹുമാനം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒത്തിരി പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അയാളോടുള്ള ബഹുമാനം നമുക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അതുകൊണ്ടാണ് യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ സാധാരണ ജനത്തിൽ നിന്ന്, ബ്രജിത് പറയുന്ന 2000 കുഴപ്പമില്ല, 2000 സംഭവിച്ചിരിക്കുന്നു, എന്തായാലും അകലം വെള്ളണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാ? ആ ഫെമിലിയാരിറ്റി. മലാക്കി പ്രവചനത്തിൽ ദൈവം ഒരിക്കൽ ചോദിച്ചു, ഞാൻ അപ്പനെങ്കിലും എന്നോടുള്ള ബഹുമാനം എവിടെ? കാരണം നമുക്ക് ടൂ മച്ച് നമ്മൾ ദൈവമായിട്ട് അങ്ങനെ ഒന്ന് ഒത്തിരി അങ്ങ് എന്ത് ചെയ്തു? ഫെമിലിയർ ആയതുകൊണ്ട് ദൈവത്തോടുള്ള ബഹുമാനം നമുക്ക് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയോ എന്നൊന്ന് ചിന്തിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. 4-ാമത് 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ നാം വായിച്ചു, അവൻ ന്യായം വിധിക്കുന്ന ദൈവമാണ്. അവൻ ന്യായം വിധിക്കുന്ന ദൈവമാണ്. ഇനി അവൻ്റെ ന്യായവിധി എങ്ങനെയാണെന്നും കൂടെ പറയുന്നുണ്ട്. അത് മുഖപക്ഷമില്ലാത്ത ദൈവം കൂടാ. ദൈവത്തിന് അളിയന്മാരാരുമില്ല. ദൈവത്തിന്, ഞാൻ പറഞ്ഞ കേട്ടോ നിങ്ങൾ, അളിയന്മാരാരുമില്ലെന്ന്. മുഖപക്ഷം കാണിക്കാനാണ്. നമുക്കൊക്കെ ഇല്ല, അളിയന്മാർ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു മുഖപക്ഷം ഉണ്ടല്ലോ നമുക്ക്. ദൈവത്തിന് കൊച്ചുമക്കളും ഇല്ല, അതും ഓർത്തോ. അവൻ മുഖപക്ഷം കാണിക്കാത്ത ദൈവം. എന്നോടൊരു രൂപവും നിന്നോട് വേറൊരു രൂപവും ആയിരിക്കത്തില്ല. സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനായൊരു ദൈവം. ഹൃദയം നുറുങ്ങിയ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് എന്ത് ചെയ്യും? മറുപടി നൽകിത്തരും. അപ്പോൾ ചിലപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, അതിൻ്റെ അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കുന്നതെന്ന്. അതിൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. നിൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് നിനക്ക് സത്യം അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ദൈവം അതിൽ ആക്കിയിരിക്കും. അതിൻ്റെ ഏറ്റവും നല്ല തെളിവ് വേറൊരുത്തനുണ്ടല്ലോ. ആരാ? കൊർന്നല്യോസ്. അവിടെ പത്രോസ് വന്ന് ഒരു സാക്ഷ്യം പറയുന്നുണ്ട്. ഏത് ജാതിയിൽപ്പെട്ടവനായാലും പരമാർത്ഥതയോടെ അവനെ വിളിച്ചപേക്ഷിക്കുന്നവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നെന്ന് ആര് പറയുന്നു? പത്രോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ട്. അവൻ അത്രയ്ക്കുള്ള അറിവേ ഉള്ളായിരുന്നു. ആർക്ക്? കൊർന്നല്യോസിന്. ദാനധർമ്മങ്ങൾ എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, നിൻ്റെ ദാനധർമ്മങ്ങളും നിൻ്റെ പ്രാർത്ഥനയും സ്വർഗത്തിൽ എത്തിയിരിക്കുന്നെന്നാണ് പറഞ്ഞേ. പക്ഷേ ഇനി നീ സ്വർഗത്തിൽ എത്തണമെങ്കിൽ അതുള്ള മാർഗം പറഞ്ഞുതരാം. ഇത് രണ്ടും രണ്ടാ. മനസ്സിലായി? നമുക്ക് എന്തോ പറഞ്ഞത്? നിൻ്റെ ദാനധർമ്മവും ഭക്തിയും പ്രാർത്ഥനയൊക്കെ എവിടെ എത്തിയിട്ടുണ്ട്? സ്വർഗത്തിൽ. പക്ഷെ നീ എത്തണമെങ്കിൽ പത്രോസ് എന്ന് മറുപടിയുള്ള ശീമോനെന്ന് അല്ലേ, ശീമോനെ വിളിച്ചുകൊണ്ട് പോവാ. അവൻ നിനക്ക് രക്ഷാമാർഗം കാണിച്ചു തരും. അവൻ നന്മ പ്രവർത്തികളൊക്കെ. പക്ഷെ നീ അവിടെ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് ദൈവിക അഭിഷേകത്തോടെ വിശുദ്ധിയോടെ നീ ജീവിക്കണം. കൊർന്നല്യോസ് അങ്ങനെ. അവനെങ്ങനെ വന്നു? രാത്രി ഒരു ദൂതം വന്ന് അവന് വെളിപ്പെട്ടു. നീയെ എന്ത് ചെയ്യേ? പത്രോസിനെ വിളിച്ച് കേൾക്കാനായിട്ട്, ദൈവത്തിൻ്റെ വചനം കേൾക്കാനായിട്ട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ആശയം എന്നാണെന്നറിയാമോ? മുഖപക്ഷമില്ലാതെ സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ആരുണ്ടോ അവരിലേക്ക് ദൈവം തൻ്റെ വഴിയെ അറിയിച്ചു കൊടുക്കും. അവർക്ക് ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കും. ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കും. അതിനൊരു സംശയമില്ല.
ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ലക്ഷക്കണക്കിന് മുസ്ലിംസ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ യേശുവിനെ കണ്ടെത്തി കർത്താവിൻ്റെ പാതയിലേക്ക് കടന്നു വരുന്നത്. എന്താ കാരണം? അവരുടെ അകത്ത് ദൈവത്തെ അറിയണം എന്നുള്ളൊരു വലിയ വാഞ്ച ഉണ്ടായിരുന്നു. അപ്പോൾ മുഖപക്ഷമില്ലാത്തൊരു ദൈവം, ഇത് രണ്ടർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, അവൻ ന്യായം വിധിക്കുന്നതിലും മുഖപക്ഷം കാണിക്കത്തില്ല, നന്മ ചെയ്യുന്നതിലും മുഖപക്ഷം കാണിക്കത്തില്ല. അടുത്തത് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ആറാമത്തത് 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം, ഈ ദൈവം ആരാന്നറിയാമോ? മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ്. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ജീവിക്കാൻ വേണ്ടതല്ല ഇതിനകത്തുണ്ട്. ഈ ദൈവം ആരാ? മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ്. അപ്പം പിന്നെ നമ്മുടെ ഈ കൊച്ചു ചത്തിട്ടൊന്നുമില്ലല്ലോ നമ്മൾ ഇതുവരെ ആരും. എന്നിട്ടാണ് നമ്മുടെ തലവേദന ദൈവത്തിന് മാറ്റാൻ പറ്റാത്തത്. നമ്മുടെ കൊച്ചു പ്രശ്നങ്ങൾ വരുമ്പോഴത്തേന് ഇല്ല, എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, എൻ്റെ ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ്. ഇതൊക്കെ പത്രോസ് അപ്പോസ്തലൻ പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, താൻ ഇതിൻ്റെയൊക്കെ ദൃക്സാക്ഷിയാ. ആര്? ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണെന്ന് പത്രോസിന് അനുഭവത്തോടുള്ള ബന്ധത്തിലായി പറയുന്നേ. കാരണം യായിറോസിന്റെ വീട്ടിൽ പോകാൻ നേരത്തെ പുള്ളി ഉണ്ടായിരുന്നു കൂടെ. ലാസറിന്റെ കല്ലറയ്ക്ക് ചെന്നപ്പോൾ പുള്ളിയുണ്ട്. നയീനിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുമ്പോൾ പത്രോസുണ്ട്. അപ്പോൾ ദൈവത്തെക്കുറിച്ച് താൻ പറയുന്നതെല്ലാം തൻ്റെ അനുഭവത്തിൽ നിന്നും കൂടാ പറയുന്നത്. ഇപ്പോൾ പലരുടെ സാക്ഷ്യങ്ങളിലൂടെ കേട്ടല്ലോ, അവർക്കെല്ലാം പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അവരുടെ അനുഭവത്തിൽ നിന്നായി പറഞ്ഞത് മുഴുവനും. അവരുടെ അനുഭവത്തിൽ നിന്നായി പറയുന്നത്. ദൈവത്തെക്കുറിച്ച് സമാനതകളില്ലാത്ത, വേറെ ആർക്കും പറയാനില്ലാത്ത, എൻ്റേതെന്ന് മാത്രം എനിക്ക് പറയാൻ പറ്റുന്ന കുറേ അനുഭവങ്ങൾ എനിക്കുണ്ട്. അത് പറഞ്ഞാൽ മാത്രം മതി. നമ്മൾ മറ്റുള്ളവരോട് നമ്മളത് പറയണം. ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും നമ്മളോട് ചോദിക്കുക ദൈവത്തെക്കുറിച്ച് എന്തുവാ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, ദൈവത്തെക്കുറിച്ച് എന്തോ പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡു യു ഹാവ് എ യുണീക്ക് ടെസ്റ്റിമണി ടു ടെൽ അതേഴ്സ് അബൌട്ട് യുവർ ഗോഡ്? പ്രിയ ബീന സിസ്റ്ററുടെ സാക്ഷി നമ്മൾ കേട്ടല്ലോ. ആർക്കും പറയാനില്ലാത്ത കുറേ അനുഭവങ്ങൾ, കുറേ സാക്ഷ്യങ്ങൾ. പത്രോസ് അപ്പോസ്തലൻ ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണെന്ന് പറയുന്നത്, താൻ അതിന് ദൃക്സാക്ഷിയാണ്. താൻ ഉയർപ്പിക്കുന്നതും കണ്ടിട്ടുണ്ട്, ഉയർത്തെഴുന്നേറ്റ യേശുവിനെയും താൻ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്. ഞാൻ പറയട്ടെ, നമ്മുടെ സാക്ഷ്യങ്ങൾ അങ്ങനത്തെ ആയിരിക്കണം. അല്ലാതെ ആഫ്രിക്കയിൽ നടന്നതോ ഒന്നും ആയിരിക്കരുത്. ഈ ദൈവത്തെക്കുറിച്ച് നമ്മൾ പറയുന്നെങ്കിൽ നമ്മുടെ അനുഭവത്തിൽ നിന്നായിരിക്കണം നമുക്ക് പറയാനുള്ളത്. പറ്റും. യേശു രോഗത്തെ സൗഖ്യമാക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റും. ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. അപ്പോൾ അടുത്ത് ഇനി നമുക്ക് നോക്കാം. അത് 6 ഞാൻ ഇതിന് മുൻപ് ഇതുവരെ ചിന്തിച്ചില്ല. 7-ാമതായിട്ട് ദൈവത്തെക്കുറിച്ച് പത്രോസ് പറയുന്ന മറ്റൊരു കാര്യം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വാ. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. വാട്ട് ഡസ് ഇറ്റ് മീൻ? കർത്താവ് ദയാലുവാണെന്നുള്ളത് എനിബഡി ക്യാൻ ടേസ്റ്റ് ആൻഡ് എക്സ്പീരിയൻസ്. ഇത് പണ്ടങ്ങാണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല. യേശു ക്രിസ്തു അല്ലെങ്കിൽ ദൈവം ദയാലുവാണെന്ന് നിനക്ക് രുചിച്ചറിയാവുന്ന, ആസ്വദിച്ചറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ആരെങ്കിലും ജീവിതത്തിൽ കർത്താവ് ദയാലുവാണെന്ന് ആസ്വദിച്ചിട്ടുണ്ടോ? ഉള്ളവർ കൈ ഉയർത്തിക്കോ. എനിക്ക് പറയാൻ പറ്റും കർത്താവ് ദയാലുവാണ്. കർത്താവിനെ കുറിച്ച് മറ്റു പലതും എനിക്ക് പറയാനൊക്കത്തില്ലേലും ഇതെൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ആസ്വദിച്ചിട്ടുണ്ട്. പത്രോസ് കണ്ടിട്ടുണ്ട്.
യേശുവിൻ്റെ ദയാവാർപ്പാർന്ന പ്രവർത്തനങ്ങൾ. യേശുവിൻ്റെ അത്ഭുതങ്ങളെല്ലാം എന്തുവായിരുന്നെന്നറിയാമോ? ആക്ഷൻസ് ഓഫ് മേഴ്സി. ദയയിൽ നിന്ന് പുറപ്പെട്ടതാ. താൻ വലിയ ആളാണെന്ന് കാണിക്കാൻ ഒരത്ഭുതവും കർത്താവ് ചെയ്തിട്ടില്ല. അതാണ് എനിക്ക് ഇന്നത്തെ അത്ഭുത പ്രവർത്തകരോടും യേശുവിനോടുമുള്ള ഒരു എനിക്ക് ഇന്നത്തെ അത്ഭുത പ്രവർത്തകരെ ദഹിക്കാത്തതിൻ്റെ കാര്യം അതാ. അവർ പലതും ചെയ്യുന്നത് എന്തുവാണെന്നറിയാമോ? തങ്ങൾ ആരോ ആണെന്ന് കാണിക്കാൻ വേണ്ടി തങ്ങളുടെ ഗ്ലാമറും തങ്ങളുടെ ഗ്ലോറിയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാ അവരെന്ത് ചെയ്യുന്നേ. എന്നാൽ യേശു അങ്ങനെ അല്ലായിരുന്നു. യേശുവിൻ്റെ അത്ഭുതങ്ങൾക്ക് മുമ്പെല്ലാം ഒരു പദം നിങ്ങൾക്ക്, അവൻ മനസ്സലിഞ്ഞ്. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചത്, ഈ ജനം എൻ്റെ കൂടെ മറക്കുന്നു, ഇവരെ ഇങ്ങനെ വിട്ടാൽ അവർ വഴിയിൽ തളർന്നു പോകും. മനസ്സലിഞ്ഞു. പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞു. കുഷ്ഠരോഗിയെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു. രോഗികളെയൊക്കെ കണ്ടപ്പോൾ തൻ്റെ എല്ലാ അത്ഭുതങ്ങളും മനസ്സലിവിൻ്റെ, തൻ്റെ ദയയുടെ അത്ഭുതങ്ങളായിരുന്നു. ദയയിൽ നിന്ന് താൻ ചെയ്തതാ പ്രവർത്തികളാണ് നമ്മുടെ ജീവിതത്തിൽ. എന്നിട്ട് പറയുന്നു, ഇത് എല്ലാവർക്കും ആസ്വദിക്കാവുന്നൊരു കാര്യമാണ്. കർത്താവ് ദയാലുവാണെന്ന് കേട്ടറിവല്ല, അനുഭവിച്ചറിയാവുന്ന ഒന്നാണ്. പക്ഷെ നിനക്ക് അവൻ്റെ ദൈവമൊന്നും വേണ്ടല്ലോ, അതല്ലേ. വെളിപ്പാട് പുസ്തകത്തിൽ ഒരു സഭയുണ്ട്, എനിക്ക് ആരുടെ ഒന്നും വേണ്ട, ഞാൻ സമ്പന്നൻ, ഞാൻ ധനവാൻ, എനിക്കൊന്നിനും മുട്ടില്ല, എനിക്ക് ആരുടെ ഓശാരമൊന്നും വേണ്ട, എനിക്ക് ആരെയും എങ്ങനെ, എനിക്ക് പിന്നെ എങ്ങനെ അനുവദിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് കർത്താവ് ദയാലുവാന്ന് നീ അറിയുന്നേ? അപ്പോൾ പത്രോസ് അപ്പോസ്തലന് നമുക്ക് പഠിപ്പിക്കുന്ന ഒരു കാര്യം, കർത്താവ് ദയാലുവാണെന്ന് എല്ലാവർക്കും ആസ്വദിച്ചറിയാവുന്ന ഒന്നനുമാണ്. അവൻ്റെ ആ നേച്ചർ, അവൻ്റെ ആ സ്വഭാവം, ദൈവത്തിൻ്റെ ദയെന്ന സ്വഭാവം, മനസ്സലിവെന്ന ഈ സ്വഭാവത്തെ ആർക്കും എന്ത് ചെയ്യാം? ആസ്വദിച്ചറിയാം. ആ ഒറ്റ പ്രതീക്ഷയിലാണ് നമ്മൾ ഇവരോടെല്ലാം പറയുന്നത്, നിങ്ങൾ കർത്താവിൻ്റെ അടുക്കൽ വാ, ദൈവം നിങ്ങൾക്ക് വിടുതൽ തരും. 1, അവൻ മുഖപക്ഷമില്ലാത്തവൻ. 2, അവൻ ദയാലു. അതുകൊണ്ടല്ലേ ഏതൊരു പ്രശ്നത്തിൽ കൂടെ പോകുന്നവരോടും നമ്മൾ ധൈര്യത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കാം, നമ്മുടെ കർത്താവ് പ്രവർത്തിക്കും. ഞങ്ങൾ പ്രാർത്ഥിക്കാം. അവന് മുഖപക്ഷമില്ലാത്തവനാ, അവൻ ദയാലുവാ, അവൻ എല്ലാവരോടും കരുണ കാണിക്കുന്നവനാ. ആർക്കും അവൻ്റെ അടുക്കൽ എന്ത് ചെയ്യാം? ചെന്ന് അവൻ്റെ ദയ ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ആരോട് വേണമെങ്കിലും സുവിശേഷം പറയാം, ആരോട് വേണമെങ്കിലും പറയാം. നമ്മളൊരു റെസ്ട്രിക്ഷൻ അവിടെ വയ്ക്കത്തില്ല. 1, അവൻ മുഖപക്ഷമില്ലാത്തവനുണ്ട്, എനിക്ക് ആരോടും പോയി പറയാം. 2, അവൻ ദയാലു ആയതുകൊണ്ട് എനിക്ക് യേശുവിനെക്കുറിച്ച് ആരോട് വേണമെങ്കിലും പരിചയപ്പെടുത്താം. അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, 7ാമതായിട്ട് നമ്മളിവിടെ കാണുന്നത്, നമ്മുടെ ദൈവം ദയാലുവാണ്. അപ്പോൾ അവനൊരു കാര്യം കൂടെ പറയാൻ ഓർത്തിരിക്കുന്നതല്ല, അവൻ ദയാലു ആയതുകൊണ്ട് അവൻ്റെ മക്കളാകുന്ന നമ്മളും അല്പമെങ്കിലും, അല്പമെന്ന് ഞാൻ പറഞ്ഞതാണ് കേട്ടോ, ദയ കാണിക്കണം. അറുത്ത കൈക്ക് ഉപ്പ് വയ്ക്കാത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഞാനൊരു കാര്യം വാക്കി ചേർത്ത് പറയാം, ക്രിസ്തു യേശുവിലുള്ള ഈ മനോഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ്റെ ഒരു മനോഭാവം, അവൻ ദയാലുവാണെന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുമുള്ള ആളുകളോട് നമ്മൾ എന്തു ചെയ്യണം? ഒന്നുമല്ലെങ്കിൽ ദയാപൂർണമായൊരു വാക്കെങ്കിലും പറഞ്ഞാൽ മതി. ആ ഒറ്റ വാക്ക് മതി ചിലരെ എന്തു ചെയ്യാനായിട്ട്, ജീവിതത്തിൻ്റെ തളർച്ച മാറ്റി എഴുന്നേൽപ്പിച്ച് ഓടിക്കാനായിട്ട്. ദയോടുകൂടി ഒരു വാക്ക് നമ്മൾ ഇന്ന് പുറപ്പെടട്ടെ. ദയാപൂർണമായൊരു ജീവിതശൈലി നമുക്കുണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സ്വഭാവം എന്തെന്നറിഞ്ഞാൽ, കർത്താവ് ആരെന്നറിഞ്ഞാലല്ലേ നമുക്കതനുസരിച്ച് ജീവിക്കാനും
പ്രവർത്തിക്കാനും ഒക്കത്തുള്ളൂ. പത്രോസ് അപ്പോസ്തലൻ പറയുക, യു നോ വൈ വി ആർ സോ മെഴ്സിഫുൾ ടു അതേഴ്സ്? ബിക്കോസ് അവർ ലോർഡ് ഈസ് മെഴ്സിഫുൾ. ഞങ്ങളുടെ ദൈവം ദയാലുവാണ്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളെ കണ്ടിട്ട് പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എവിടുന്നാണ് അതിനുള്ള കാശ്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒറ്റ കാര്യമുള്ളൂ, അവൻ്റെ ദയ അനുഭവിച്ചവരാ ഞങ്ങൾ, അവൻ്റെ ദയ കണ്ടവരാ. കർത്താവ് ദയാലുവാ. ഇനി 2-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ അടുത്തത് 2-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിലാണ് നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള അടുത്ത ഒരു വാക്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ദൈവത്തെ ഭയപ്പെടുവിൻ. അതിൻ്റെ അർത്ഥം എന്നാ? അവൻ ഭയപ്പെടുവാൻ. ഇവിടെ പേടിപ്പിൻ എന്നുള്ള അർത്ഥമല്ല ഉപയോഗിക്കുന്നത്. പലർക്കും ദൈവത്തെ പേടിയാ, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് റെഫറൻസ് ആണ്, എന്ന് പറഞ്ഞാൽ ബഹുമാനവും ആദരവും കൂടാണ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധി ഒരു വാക്ക് പോലും പറയാൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭയപ്പെടും. ചില ആളുകൾക്ക് ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ സാക്ഷ്യം പറയാനൊക്കെ നിൽക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോക്കണം, വായി വരുന്നതൊക്കെ കോറയ്ക്ക് പാട്ടെന്ന് പറയാൻ വേണ്ടി നിൽക്കുന്നവരല്ല നമ്മളാരും. നമ്മൾ പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലായതുകൊണ്ട് നിൻ്റെ വാക്കുകൾ കുറഞ്ഞിരിക്കട്ടെ എന്നാണ് പറയുന്നത്. ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നാണ് പറയുന്നത്. അവിടെ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരാളുടെ മുമ്പിൽ വെച്ച് എല്ലാ തരം വാക്ക് ഉപയോഗിക്കത്തില്ല. വളരെ സൂക്ഷിച്ചാൽ നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. അവർ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ പോലും എന്തുമായിരിക്കും? കേൾക്കുന്നവൻ്റെ മാന്യതയ്ക്കൊത്തതായിരിക്കും. ഇന്നലെ ഒരു പാസ്റ്റർ എന്നെ വിളിച്ച്, പേരൊന്നും പറയത്തില്ല, പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് എന്നോട് അയാളുടെ ഫോണിൽ എപ്പം വിളിച്ചാലും പിന്നെ അവൻ്റെ അത്രയും പ്രതീക്ഷിച്ചാൽ മതി. ഇല്ല, ഞാനൊരു ദൈവദാസൻ എന്നുള്ള രീതിയിൽ എനിക്ക് എല്ലാ വാക്കും ഉപയോഗിക്കാൻ, ഡിക്ഷണറിയിലെ എല്ലാ വാക്കും എനിക്ക് ഉപയോഗിക്കാൻ അനുവാദമില്ല. അമരകോശത്തിലെ എല്ലാ പദവും ഉപയോഗിക്കാനായിട്ട് എനിക്ക് എന്നിട്ടാണ് ഇനി അതിനകത്ത് ഇല്ലാത്ത പദം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കേട്ടോ, അമരകോശത്തിലൊന്നും ഇല്ലാത്ത പദങ്ങളുണ്ട് ഒത്തിരി. ചില അക്ഷരങ്ങൾ അങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ അതൊന്നും അമരകോശത്തിൽ കാണത്തില്ല, നമ്മൾ ശബ്ദധാരാവലിയിലും കാണത്തില്ല. ഞാൻ ഇവിടെ ഒരു ദൈവമക്കളാണെങ്കിൽ, ദൈവദാസന്മാരാകുന്ന നമ്മുടെ ജീവിതത്തിൽ പറയുന്ന വാക്കുകൾ, ദൈവസന്നിധിയിൽ നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മുടെ മാന്യതയ്ക്കും നമ്മുടെ അവസ്ഥയ്ക്കും യോജിച്ചതായിരിക്കണം. ആ ഒരു ഉത്ബോധം നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പദസഞ്ചയങ്ങൾ, നമുക്ക് വളരെ പരിമിതമായ വാക്കുകളെ നമുക്ക് ഉപയോഗിക്കാനൊക്കത്തുള്ളൂ. ഒത്തിരി പദങ്ങൾ അറിയാതിരിക്കുക നല്ലത്. ഞാനിന്ന് പകൽക്കാലം ഒരു കാര്യം, നമ്മൾ പാടിയ പാട്ടിൽ തൂയനേന്ന് അങ്ങോട്ടൊരു പാടും പാടില്ല. എന്തുവാ അതിൻ്റെ അർത്ഥം? ഇത്രയേ ഉള്ളൂ. തമിഴ് അറിയാവുന്നവർ പറയണ്ട, അല്ലാത്തവർ പാടി, എല്ലാവരും പാടില്ല തൂയരെ തൂയരെ പാടിയല്ലോ. എന്തോ അതിൻ്റെ അർത്ഥം? എന്തോ അതിൻ്റെ അർത്ഥം? ഇനി ഞാൻ പറയാമെന്ന് പാടുന്നു പറഞ്ഞ് വിശുദ്ധനെ. അത് തന്നെ ഇല്ലയോ ഞാൻ പറയാൻ പോയി, എന്നെ കേൾക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ എന്നെ തോന്നണല്ലേ. നമ്മളെല്ലാം പാടി തൂയനെ തൂയനെ എന്നൊക്കെ പാടി. എന്തുവാണ്? പരിശുദ്ധാത്മാവേ, പരിശുദ്ധനെ പരിശുദ്ധ എന്നുള്ള പദമാണ്. പലപ്പോഴും നമ്മൾ പാടുന്നതിൻ്റെ അർത്ഥം പോലും അറിയാത്തതുകൊണ്ട് എന്തുവാ പാടുന്നതെന്ന് പോലും നമുക്ക് അറിയത്തില്ല, അല്ലേ? ഈ കൊച്ചുനാളിൽ നഴ്സറിയിലെ പിള്ളേരെ സ്കൂളിൽ ടിങ്കിൾ ടിങ്കിൾ ഹൗവായി വേണ്ട വാട്ടി എന്തോ കുട്ടി എന്തൊക്കെ പറയുന്നത്, എന്തോ പറയുന്നതെന്നും അറിയത്തില്ല, കുട്ടിക്ക് പോലും അറിയത്തില്ല. ഇതുപോലെ നമ്മുടെയും പല പാട്ടുകൾ നമ്മൾ വിളിച്ചപ്പോൾ തുയനേ എന്ന് പറഞ്ഞപ്പോൾ എന്തോ എന്ന് അർത്ഥം അറിയാവുന്നവർ എത്ര പേരുണ്ടായിരുന്നു എന്ന് അറിയത്തില്ല. എന്താ തുയന്ന് വല്ല ഇല്ല. അപ്പോൾ ഇനിയൊരു കാര്യം നമുക്ക്, ഈ തമിഴ് പദങ്ങളൊക്കെ പറയുമ്പോൾ, പാട്ടുകളൊക്കെ പറയുന്നത് അതിൻ്റെ ആ വാക്കുകളുടെ ചില അർത്ഥം കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ ഒന്നുകിൽ ചിലരത് പറയാതിരുന്നോളും, അല്ലെങ്കിൽ
അതിൻ്റെ അർത്ഥം അറിഞ്ഞ് നമുക്ക് പറയാനായിട്ട് ഞാനത് പാടിയപ്പോഴേ ഞാൻ ഓർത്ത്, കാരണം എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെന്താ പാടിയെന്ന് ചോദിക്കും, ചീത്ത പാടില്ലല്ലോ വിടാനും, അതുകൊണ്ട് ആ ഉറപ്പിലങ്ങ് എന്ത് ചെയ്താ പാടിയതാ. ദൈവത്തെ നമുക്ക് ഇന്ന പദം കൊണ്ട് വിളിക്കാമോ, ഇന്നത് ഉപയോഗിക്കാമോ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ദൈവത്തോടുള്ള ഭയഭക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ആദരവിൽ നിന്നായിരിക്കണം. നമ്മുടെ ദൈവം ഭയപ്പെടാൻ യോഗ്യനാണ്. അത് നമ്മുടെ പ്രവൃത്തി കൊണ്ടും ജീവിതം കൊണ്ടും ആരാധനയിലും നമ്മളത് വെളിപ്പെടുത്തണം. ഈ ചിലയൊക്കെ സഭകളിൽ ചെന്നാൽ പിള്ളേരെയൊന്നും ഒരു കൺട്രോൾ ഇടാതെ വിട്ടേക്കുന്നത്. സ്കൂളിൽ അങ്ങനെ ഇരിക്കാൻ സമ്മതിക്കത്തില്ലല്ലോ. ഇനി വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബം തന്നെ എന്ത് ചെയ്തു, സഭ വിട്ടു പോവുകയും ചെയ്യും. ഇല്ല, അച്ചടക്കം വീട്ടിൽ പഠിപ്പിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ. എല്ലാ കാര്യങ്ങളും ഈ എത്തിക്കറ്റ് എന്ന് പറയും അല്ലേ, അങ്ങനെയല്ലേ എൻ്റെ പറയും അല്ലേ, എന്തോ പാലിക്കേണ്ട നിയമങ്ങൾ, പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, വീട്ടിൽ വെച്ച് പഠിപ്പിക്കണം. നമ്മൾ ആരുടെ മുമ്പിലിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്, ആരോടാണ് ഞാൻ സംസാരിക്കുന്നത്, എൻ്റെ ദൈവദാസനോട് എനിക്ക് എങ്ങനെയൊക്കെ സംസാരിക്കാം, ഏതെല്ലാം പദങ്ങൾ ഉപയോഗിക്കാം. ഭാര്യയായിരിക്കും, ആരാധനയ്ക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവല്ല, ദൈവദാസനാ. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? എൻ്റെ ഇരിപ്പ്, എൻ്റെ നടപ്പ്, എൻ്റെ കിടപ്പ്, എൻ്റെ സംസാരങ്ങൾ, എൻ്റെ ഇടപാടുകളെല്ലാം അവൻ ഭയപ്പെടാൻ യോഗ്യനാണെന്ന്. ഫേബരാജ്ഞി ഒരിക്കൽ ശലോമോനെ കാണാനായിട്ട് വന്നു. അവിടെ തിരിച്ചു പോകാൻ നേരത്തൊരു കാര്യം പറയുന്നുണ്ട്, നിൻ്റെ ദാസന്മാർ നിൻ്റെ സന്നിധിയിൽ പെരുമാറുന്നതും ദൈവസന്നിധിയിലേക്കുള്ള അവരുടെ എഴുന്നള്ളത്തും കണ്ടിട്ട് അവൾ അത്ഭുതപ്പെട്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ദൈവം ആരാന്നറിയണം വചനത്തിലൂടെ. അതിന് ഒരു തിയോളജി പുസ്തകം വായിക്കേണ്ട, ഇതങ്ങ് വായിച്ചേച്ചാൽ മതി. ഓരോ ലേഖനങ്ങളും വായിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് ഇതിനകത്ത് എന്തോ വെളിപ്പെടുത്തിയിരിക്കുന്നതെന്ന് നോക്കണം. അവൻ ദയാലുവാണ്, അവൻ ഭയപ്പെടാൻ യോഗ്യനുമാണ്. ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് പോകുന്നതെന്ന് വേണമെങ്കിൽ തോന്നുന്നു അല്ലേ? ഹൗ ക്യാൻ എ മെർസിഫുൾ ഗാഡ് അല്ലേ, അല്ലേ, ദയാലുവായ ദൈവം എങ്ങനെ ഭയപ്പെടാൻ അത് ആദരിക്കപ്പെടാൻ യോഗ്യൻ എന്നുള്ള അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. തുടർന്ന് നമ്മൾ പഠിക്കാൻ പോവുക നമ്മുടെ ദൈവം ആരാന്ന്. പഠിക്കുന്നത് എന്തിനാ? നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട്. നമ്മുടെ ദൈവം ദയാലുവാണെന്ന് നമ്മുടെ ജീവിതം കൊണ്ട് ലോകം അറിയണം. നമ്മുടെ ദൈവം ആദരിക്കപ്പെടാനും ബഹുമാനിക്കപ്പെടാനും യോഗ്യനാണെന്ന് എൻ്റെ ജീവിതം കൊണ്ട് ലോകം അറിയണം. ദൈവം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, സഭയായിട്ട് ഞങ്ങൾ നിന്നെ സന്നിധിയിൽ അടുത്ത് വന്നിട്ട് അങ്ങേ സ്തുതിപ്പാനും ആരാധിപ്പാനും അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ കുറിച്ച് ഓർക്കുവാനും അങ്ങേക്ക് നന്ദി കരേറ്റുവാനും ഇന്ന് പകൽക്കാലം ഞങ്ങളെ സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. തിരുവചനത്തിൽ നിന്ന് അങ്ങാരെന്നറിയുവാൻ ഞങ്ങളുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിച്ചതിനായി സ്തോത്രം. ആ അറിവ് കേവലം ദൈവത്തെക്കുറിച്ചുള്ള അറിവ് മാത്രം നേടി ഞങ്ങളുടെ തല തീർക്കുന്നവരായിട്ടല്ല, ആ അറിവ് ഞങ്ങളുടെ ജീവിതത്തെ ആകമാനം ഒന്ന് രൂപാന്തരപ്പെടുത്തിയിട്ട് ഞങ്ങളുടെ ദൈവം ആരെന്ന് ഞങ്ങളുടെ ജീവിതം കൊണ്ട് ലോകത്തിന് മുൻപാകെ വെളിപ്പെടുത്തത്തക്കവണ്ണം അങ്ങേ ഉള്ളതെന്ന് അറിയുവാൻ, അറിയേണ്ടവണ്ണം അറിയുവാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നു, കൂടെ ഇരുന്ന് സഹായിച്ചാട്ടെ, എല്ലാ നന്മകളാലും നിറച്ചാട്ടെ, ദൈവകൃപയിൽ മറച്ചാട്ടെ, എല്ലാ നന്മകളെ കൊണ്ട് ഞങ്ങളെ നിറച്ച് വഴി നടത്തും. മഹത്വം, സ്തുതി, ബഹുമാനം, പുകഴ്ച അങ്ങേക്ക് യേശുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ.